ഹായ് ചങ്ങായിമാരെ, നമുക്ക് ഇന്നത്തെ പരിപാടി ഒന്ന് തുടങ്ങിയാലോ. നമ്മളെ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP എന്ന് എല്ലാവർക്കും അറിയാലോ. അവിടുത്തെ ഒരു നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗേവാർ, ആ പേര് എനിക്ക് മാറിപ്പോകും കേട്ടോ. ഹെഡ്ഗേവാറിന്റെ പേരിട്ട്. ഹെഡ്ഗേവാർ ആരാന്ന് അനക്ക് വലിയ പിടുത്തുന്നുണ്ടായില്ല. ഇപ്പൊ ഈ പ്രശ്നം നടക്കുമ്പോൾ നല്ല ഹെഡ്ഗേവാർ ആരാന്നല്ല മനസ്സിലാവുക. ചരിത്രം അങ്ങനെയാണല്ലോ നമ്മളിലേക്ക് എത്തുക. ഈ സംഖ്യകൾ വെക്കുന്നത് വെട്ടിയപ്പോ അവരെ കുണ്ടിക്കാണല്ല. നമുക്ക് നമ്മളെ രാഹുലും മാങ്കൂട്ടത്തില്, പാലക്കാട് MLA ആയ രാഹുലും മാങ്കൂട്ടത്തില് ഹെഡ്ഗേവാർ ആരാന്ന് നമുക്ക് വ്യക്തമായി പറഞ്ഞിരുന്നത്. നമുക്ക് ആദ്യം അത് കേൾക്കാം. വാ. ഏത് നൈപുണ്യമാണ് ഹെഡ്ഗേവാർ വികസിപ്പിച്ചിട്ടുള്ളത് എന്ന് ഇതിന് പേര് നൽകാൻ ശ്രമിച്ച മുനിസിപ്പാലിറ്റിയിലെ BJP നേതൃത്വം വ്യക്തമാക്കൽ നല്ലതാണ്. നമ്മുടെ അറിവിൽ ഹെഡ്ഗേവാർ ആരാണ്? ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ, പിൽക്കാലത്ത് ഗാന്ധിയെ കൊല്ലുവാൻ പര്യാപ്തമായ രീതിയിൽ ഈ രാജ്യത്ത് വിഷലിപ്തമാക്കിയ, വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയം മുന്നോട്ട് വെച്ച RSS എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം കൊടുത്ത ആളുടെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിൽ കൊടുക്കുന്നത് വഴി എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇതാണ് ഹെഡ്ഗേവാർ. ഇത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഡെക്കറേഷൻ ഒന്നും ഇല്ല കേട്ടാ. നമ്മളെ നാട് ഭിന്നിപ്പിക്കാൻ നോക്കി RSS സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടേ ഇല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞാണ്. ആ സമയത്ത് നമുക്ക് നമ്മൾ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും കൊന്നൊടുക്കാം എന്ന് പറഞ്ഞ ടീമാണ്. അവരെ പേരൊന്ന് വെക്കാൻ പോകുന്നത്. നമുക്ക് അടുത്തത് അണ്ണാക്കില കൊടുക്കുന്നത് രാഹുൽ, അത് കേൾക്കാം. നമ്മുടെ എല്ലാവരുടെയും പൊതുവായ ഭൂമിയായ മുനിസിപ്പാലിറ്റിയുടെ ലാൻഡിൽ ഒരു RSS നേതാവിന്റെ പേര് കൊടുക്കുവാൻ എന്ത് പ്രസക്തിയാണ് അയാൾക്കുള്ളത്? ഈ രാജ്യത്തിന്റെ പൊതു ഇടത്തിൽ ഇവർക്ക് അത്തരത്തിൽ പേര് കൊടുക്കാനാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് കൊടുക്കാൻ കഴിയില്ല. എന്താണ് കാരണം? ഒറ്റ RSSകാരൻ പോലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിലില്ല. അപ്പൊ ഇവർക്കില്ലാത്ത ക്ഷാമം, കൊള്ളാവുന്ന ഒരുത്തന്റെ പേര് പോലും കൊടുക്കാൻ ഒരു പേരില്ലാത്തതിന്റെ ക്ഷാമം ഇതുപോലെയുള്ള രാജ്യത്തെ വിഭജിച്ച് ആരുടെയെങ്കിലും പേര് കൊടുത്തിട്ടല്ല RSS തീർക്കേണ്ടത് എന്ന് തന്നെയാണ് കൃത്യമായി സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇതിനപ്പുറം സംഖ്യകൾ നിങ്ങൾക്ക് എന്താ കിട്ടാറില്ല? നിങ്ങൾക്ക് കൊടുക്കാനൊരു പേരില്ല, നല്ല പേരില്ല. നിങ്ങൾക്ക് സാധു സമയത്തിൽ പങ്കെടുത്ത ചരിത്രമില്ലല്ല. ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തരും. എന്നിട്ട് ഇങ്ങനെ വയറ് നിറയെ വാങ്ങിക്കെട്ടാനാണല്ലോ സംഖ്യകളെ നിങ്ങളെ വീതി. നമുക്ക് അടുത്തത് നല്ല രസമുള്ള അടുത്ത് കേൾക്കാം. ഇപ്പൊ നമ്മൾ ഗാന്ധിജിയുടെ പേര് ഒരു സംരംഭത്തിന് ഇടുകയാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ട് ഇടും. നെഹ്റുവിന്റെ പേര് ഒരു സംരംഭത്തിന് ഇടുകയാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ട് ഇടും. ഇനി പോട്ടെ, EMSന്റെ പേര് ഒരു സംരംഭത്തിൽ നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ടാണ് ഇടുന്നത്. ഇതെന്തോ പരസ്യമായി പറയാൻ കൊള്ളാത്തതാണെന്ന് ഇവർക്ക് തന്നെ ഒരു ബോധ്യമുണ്ട്. ഇവർക്ക് തന്നെ അങ്ങനെ ആത്മവിശ്വാസമുണ്ട് അങ്ങനെ പരസ്യമായി പറയാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ രഹസ്യമായി ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത്. അതിനെ ഞങ്ങൾ പ്രതിരോധിക്കും. ഇത് സംഭവം ആരോടും പറയാണ്ടാണ് ഈ പേരിടുന്നത്. നഗരസഭയിൽ ചർച്ചക്കൊന്നും വെച്ചിട്ടില്ല. ചർച്ചയ്ക്ക് വെച്ചാൽ ഈ പേരിടാൻ പറ്റൂല എന്ന് അവർക്കറിയാം. എന്നിട്ട് ആരും അറിയാണ്ട് ഒളിച്ചു കൊണ്ടുപോയിട്ട് ഫലകത്തിൽ പേരിട്ട്. ഇവർക്ക് ഈ രാഹുല് പറഞ്ഞ ഇവർക്കറിയാം ഇതെന്തോ ഒരു നാറിയ പേരാണ്, ഈ പേര് പുറത്തു പറഞ്ഞാൽ അടി ഉറപ്പാന്നറിയാം. അപ്പൊ അത്രയും ഉറപ്പുണ്ട് ഇവർക്ക് തന്നെ ഹെഡ്ഗേവാർ എന്ന് പറഞ്ഞാൽ ഒരു നാറിയ പേരാന്നറിയാം. നിങ്ങളെ അവസ്ഥ. ഇനിയാണ് അവന്റെ വരവ്. വിസർജനത്തിന്റെ നായകൻ റിപ്പോർട്ടർ ചോദിച്ച് വാരി അണ്ണാക്കിൽ, സ്വന്തം അണ്ണാക്കിൽ അടി വാങ്ങുന്ന ഒരു വിസർജനത്തിന്റെ റിപ്പോർട്ടർ. എന്ത് രസാന്നറിയാം കേൾക്കാം. അവിടെ നമുക്ക് അത് കേൾക്കാല്ലേ. രാജ്യം ഭരിക്കുന്ന പ്രത്യയശാസ്ത്രം ഈ രാജ്യത്തെ ഹിന്ദുക്കളും അല്ലാതെയുള്ള ആളുകളൊന്നും, ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ, ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ, ഇവരൊക്കെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നതാണോ രാജ്യത്തിന്റെ പ്രത്യയശാസ്ത്രം? രാഹുൽ ചോദിച്ചാൽ ഇതാണോ രാജ്യത്തിന്റെ പ്രത്യയശാസ്ത്രം? ഹിന്ദുക്കളെ നശിപ്പിക്കുക, മുസ്ലിങ്ങളെ നശിപ്പിക്കുക, കമ്മ്യൂണിസ്റ്റുകാരെ നശിപ്പിക്കുക, ഇവരെതിർക്കുന്ന എല്ലാവരും നശിപ്പിക്കുക, അതാണോ പ്രത്യയശാസ്ത്രം? ഇമാര് ഉള്ള ചോദ്യം അല്ലാണ്ട് ഈ സംഖ്യമോന് ചോദിക്കാൻ കഴിഞ്ഞില്ല. അടുത്തത് നല്ല രസം. എന്റെ പൊന്നു സഹോദര, സ്വാതന്ത്ര്യ സമര സേനാനികൾ രണ്ട് രീതിയിലുണ്ട്. സ്വാതന്ത്ര്യ സമര സേന ബ്രിട്ടീഷുകാരുടെ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെല്ലാം നമുക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയാൻ പറ്റും. അപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തേങ്ങ മോഷണത്തിൽ പറയട്ടെ സഹോദരൻ, ഞാനൊന്ന് പറയട്ടെ, ചോദ്യം പ്ലേസ് ചെയ്തല്ലോ, ഇനി ഉത്തരം പ്ലേസ് ചെയ്യാനുള്ള സമയം എനിക്ക് തരും. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തേങ്ങ മോഷണത്തിന് ജയിലിൽ പോയിരുത്തൻ, അവനെ നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനി എന്നാണോ പറയുന്നത്? അല്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും അതിനുശേഷം ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്നത്. ഇതിന്റെ അപ്പുറം സംഖ്യ കിട്ടാനുള്ളേ സ്വന്തം കുണ്ടിക്ക് വെടിവെച്ചോണ്ടിരാ. തേങ്ങാ മോഷണ കേസിലെല്ലാം പെട്ട ആളെ വന്നിട്ട് സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറയില്ല. പിന്നെ വനനിയമം ലംഘിച്ചിന്ന് കാട്ടിൽ കയറി പോയിന്. ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന് കാട്ടിൽ പോയിരുന്ന പരിപാടി, കാട്ടിൽ പോയി വെടിവെക്കലാന്നോ പണി? വനനിയമം ലംഘിച്ചതിന് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധമുണ്ട്.
ഇമാരി വാട്സപ്പിൽ ഇപ്പൊ അനക്കതൊന്നും ജനൻ ടി വിന്ന് വാട്സപ്പിൽ ചോദ്യങ്ങൾ ഇങ്ങനെ അയക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട്. അവൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ലാണ്ട് ഇവന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല. ആടുന്ന അനിൽ നമ്പ്യാറല്ലേ, ലോക പൊട്ടൻ അനിൽ നമ്പ്യാറല്ലേ വാട്സപ്പിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവുക, അയക്കുന്നുണ്ടാവുക. ഇതിന്റെ അപ്പുറം പ്രതീക്ഷിക്കണ്ടല്ല. പിന്നെ അടുത്ത് അവസാനം താണിയും കൂടി നോക്ക്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്ക് സഹോദര. ഈ രാജ്യത്ത് കൊച്ചുകുട്ടികളോട് നിങ്ങൾ ചോദിക്കുക, രാജ്യത്തെ 10 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പറഞ്ഞാൽ അവർ ഗാന്ധിജിയുടെ പേര് പറയും, നെഹ്റുവിന്റെ പേര് പറയും, അവർ ഭഗത് സിംഗിന്റെ പേര് പറയും, ചന്ദ്രശേഖർ ആസാദിന്റെ പേര് പറയും, വ്യത്യസ്ത രാഷ്ട്രീയധാരയുള്ള ഒരുപാട് ആളുകളുടെ പേര് പറയും. നിങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒറ്റയൊരുത്തം പോലും, ഒരു കൊച്ചുകുട്ടി പോലും സവർക്കറിന്റെയോ ഹെഡ്ഗേവാറിന്റെയോ ഗോൾവർക്കറിന്റെയോ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ നടത്തുന്ന ശ്രമങ്ങളൊന്നും ഈ രാജ്യത്ത് വിജയിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് ഈ സരോജ് കുമാർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമായിരുന്നു ഒരു സിനിമയ്ക്കകത്ത് എന്ന് പറയുന്ന പോലെ നിങ്ങൾ കുറച്ച് പേര് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും ഇവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളാന്ന് പറഞ്ഞിട്ട് എത്രയൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് മെനയാകുന്നില്ലല്ലോ എന്ന് എനിക്ക് ആ വിഷയത്തിനകത്ത് പറയാം. എന്ത് ചെയ്തിട്ട് ഒരു മെനയാകുന്നില്ലല്ലോ എന്റെ ജനൻ ടി വി റിപ്പോർട്ടറെ. സത്യമായിട്ട് ഇവർക്ക് ഒരാളില്ല. പക്ഷെ ഇവരുണ്ടല്ലോ ഭഗത് സിംഗിനെ എല്ലാം സംഖ്യയാക്കാൻ നോക്കുന്നുണ്ട്, പട്ടേലിനെ സംഖ്യയാക്കാൻ നോക്കുന്നുണ്ട്. ഇവരെ RSS നേതാക്കന്മാരാന്ന് ഇവരെന്നെല്ലാം പറഞ്ഞു വരുന്നുണ്ട്. നടക്കൂല മോനെ. ഇതുപോലെ നിലപാടും ആണത്തുള്ള നേതാക്കന്മാരുടെ മുന്നിൽ മൈക്കും പിടിച്ച് പോയിട്ട് ഇമ്മാരി ചൊറിഞ്ഞ ചോദ്യങ്ങൾ കേട്ടാൽ നല്ല അണാക്ക് കിട്ടും. ഇങ്ങനെ നിങ്ങൾ പൊട്ടത്തരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ വരുന്ന തലമുറ മനസ്സിലാക്കണം എന്താണ് സംഘികൾ, എന്താണ് RSS എന്ന്. നിങ്ങളെ സുരേഷ് ഗോപി ഏട്ടനെ പോലെ നീ ആരാ ഒരു ചോദ്യം ചോദിക്കുമ്പോ നീ ആരാ, നീ എന്തിനാണ് വന്നത്, നീ എന്നെ അറിയാമെന്നല്ല ചോദിക്കേണ്ടത്. ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയണം. മറുപടി പറയാണ്ട് ഇങ്ങനെ തുണി പൊന്തിച്ച് കാണിച്ച് പോകലല്ല. ഇതുപോലെ രാഹുലിനെ പോലെ ചരിത്രം അറിയണം, വിവരം വളർന്ന് തലേൻ്റെ ഉള്ളിൽ ചാണകമുണ്ടായാൽ പോരാ. സംഖ്യകളെ നിങ്ങൾ ഇമാരി ഒരുപാട് ഉടായ്പ പരിപാടിയായിട്ട് നമ്മളെ കേരളത്തിൽ വരണം. അതെല്ലാം പൊളിച്ചെടുക്കുമ്പോൾ നമ്മൾ യുവജന പ്രസ്ഥാനങ്ങളിലും നമുക്ക് എനിക്ക് എല്ലാ യൂത്ത് കോൺഗ്രസ് ആയാലും DYFI ആയാലും നമുക്ക് എതിർപ്പലുണ്ടാവും. ഇവരെ നമുക്കുള്ള ആശ്രയങ്ങൾ. ഇവർ ചില സമയങ്ങളിൽ പൊടിച്ചെടുക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷാട്ടാ. സംഖ്യകൾ നിങ്ങൾ വീണ്ടും ഇതുപോലെ പൊട്ടത്തരങ്ങളുമായി വാ. ഇവർ പൊളിച്ചെടുക്കും, നമ്മളും പൊളിച്ചെടുക്കും. നിങ്ങളെ പൊട്ടത്തരങ്ങൾ വരും തലമുറ കാണട്ടെ. നിങ്ങൾക്ക് പറയാൻ ചരിത്രമില്ല. നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യ സമര സേനാനിയില്ല. ഷൂ നക്കിയ ചരിത്രം അല്ലാണ്ട് നിങ്ങൾക്കില്ല. ഇനിയും വരൂ പുതിയ പൊട്ടത്തരവുമായി നമ്മളിവിടെ കാത്തിരിക്കുകയാണ്. എന്നാ പിന്നെ സുലാൻ.